ശ്രീ ജയചന്ദ്രൻ, നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും അധികം വരുന്നത് കൊച്ചി മേയർ ആരാകും എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പല പേരുകൾ, ദീപ്തി മേരി വർഗീസിൻ്റെ പേരുണ്ട്, വി കെ മിനിമോളുടെ പേരുണ്ട്, ഷൈനി മാത്യുവിൻ്റെ പേരുണ്ട്. അപ്പോൾ ആ വാർത്തകളിലൊക്കെ വരുന്നത് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇതിലോരോ നേതാക്കൾ ഇതിലാര് വരണം എന്നതിനെ സംബന്ധിച്ച് ചോയ്സ് ഉണ്ട്, അവരുടെ നോമിനി എന്ന് പറയുന്ന തരത്തിലേക്കുണ്ട്. വ്യത്യസ്ത ഇപ്പോൾ കെ സിക്ക് താല്പര്യമുള്ള ഒരു ലീഡറല്ല മറ്റൊരു, ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചെന്ന് വാർത്തകളിൽ കാണാനുണ്ട്. അതുപോലെ ഹൈബി ഈഡൻ്റെ നിലപാട് പ്രധാനമാകും. അതുപോലെ തന്നെ ഇപ്പോൾ ലത്തീൻ സഭ വളരെ പരസ്യമായി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് അതേക്കുറിച്ച് പറയുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ 2015 അവർ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2015 UDF കൊച്ചി കോർപ്പറേഷൻ ഭരിച്ച സമയത്തും ആ നിലയിൽ ഉറപ്പ് പാലിച്ചില്ല. അവർക്ക് മേയർ സ്ഥാനം കിട്ടിയില്ല, ഡെപ്യൂട്ടി മേയർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇനി പറ്റില്ല, വേണം എന്നൊരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ തരം UDF രാഷ്ട്രീയത്തിൽ വിശേഷിച്ച് കോൺഗ്രസിൽ കാണുന്ന, അധികാരത്തിൽ വരുമ്പോൾ കാണുന്ന എല്ലാ പ്രവണതകളും രീതികളും കൊച്ചിയിൽ ഉഷാറാണല്ലോ. താങ്കൾ ശ്രദ്ധിച്ചോ? ഈ അധികാരം ദുഷിപ്പിക്കും എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കാര്യത്തിലാണ് അന്വർത്ഥമാകുന്നതെന്ന് തോന്നിപ്പോയി ഈ കളിയൊക്കെ കാണുമ്പോഴേക്ക്. ലത്തീൻ സഭ വളരെ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഷൈനിക്ക് അത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കതിനുള്ള അർഹതയുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥലത്തെ മറ്റേ രണ്ടുപേർക്കും, ദീപ്തിക്കും മിനിമോൾക്കും അവരവരുടേതായിട്ടുള്ള ക്ലെയിംസ് ഉണ്ട്. വെക്കുന്നത് ദീപ്തിയാണ്, നമുക്കറിയാവുന്ന പോലെ. അതെ, അതുകൊണ്ട് തന്നെ ആ പൊളിറ്റിക്കൽ ക്ലെയിം കൂടെ വെക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർക്ക് കൊടുക്കണമെന്ന് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നേതാക്കളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും വരുന്നത് ഈ പറയുന്ന സഭയുടെ പിന്തുണ. എറണാകുളം മണ്ഡലങ്ങളിൽ പലപ്പോഴും നിർണായകമാകുന്ന സ്വാധീനമാണല്ലോ ലത്തീൻ സഭയുടെ തീരുമാനങ്ങൾ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം UDF ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ് അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് അത്ര എളുപ്പം അവഗണിക്കാൻ കഴിയില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം സൗമിനി ജെയിൻ മേയറായ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ പിന്നീട് അത് പരിഹരിക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെയൊക്കെ അതൃപ്തികൾ ആവോളം നിലനിൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയാവുന്ന നമുക്ക് നിർദ്ദേശിക്കാനില്ല ഒന്നും. അതവർ പരിഹരിച്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് മറ്റ് നമ്മളുടെ അഭിപ്രായം. ശ്രീ ജയചന്ദ്രൻ, ഇതെപ്പോഴും ശ്രീ ജയചന്ദ്രൻ, അതിപ്പോൾ നിയമസഭയിലേക്കായാലും അതുപോലെ തദ്ദേശ ഭരണത്തിലേക്ക് പോയാലുമൊക്കെ ഇത്തരം ചരടുവലികൾ തുടർന്ന് അങ്ങോട്ട് ആ ഭരണത്തിൽ സൃഷ്ടിക്കുന്ന അസ്വാരസ്യങ്ങളുണ്ട്. ഭരണത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം വരും. വികസന മുന്നേറ്റത്തെ അത് തടസ്സപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിരവധിയായി നമ്മുടെ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നാൽ തന്നെ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നുകൊണ്ട് 5ാം മന്ത്രിയെ വാങ്ങിച്ചെടുത്ത അനുഭവങ്ങളുണ്ട്. മുന്നണിക്കകത്തുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ ഒക്കെയുണ്ട്. ഇപ്പോഴും അത് വീണ്ടും വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു കാലമാണ്. അപ്പോൾ UDF രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ അവർ പരിഹരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതിഫലനം തുടർന്ന് എല്ലാ കാലങ്ങളിലും മുൻകാലത്തൊക്കെ നമ്മൾ ഭരണത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രശ്നം തുടക്കത്തിലെ ഒരു കല്ലുകടിയുടെ, ഇപ്പോൾ നോക്കൂ, കണ്ണൂരിൽ കഴിഞ്ഞു, കണ്ണൂരിൽ നിന്ന് മേയറെ പ്രഖ്യാപിച്ചു. പക്ഷേ കൊച്ചിയിൽ അത് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത് തുടക്കത്തിലെ ഒരു കല്ലുകടിയാണോ? അല്ല, UDF രാഷ്ട്രീയത്തിൽ ഇതൊന്നും കല്ലുകടിയായിട്ട് അവരാരും സമ്മതിച്ചു തരില്ലല്ലോ ശരത്തെ. നമുക്കറിയുന്ന കാര്യമാണല്ലോ അത്. എത്രയോ കാലങ്ങളായി UDF രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഒരു ഉദാഹരണത്തിന് UDF രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു സത്യാവസ്ഥയാണ് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് പിടിമുറുക്കി അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അല്ല, ഞാനത് ഒരു നിമിഷം താങ്കളത് പറഞ്ഞതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ 2011-16 കാലത്ത് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള അന്നത്തെ ഒരു രാഷ്ട്രീയ അനുഭവത്തെയാണ് വെള്ളാപ്പള്ളി ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ ആ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഏതായാലും അത് പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് വിചാരിക്കുന്നു.